വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ നിയമ നടപടികളെ നേരിടേണ്ടത് ഉണ്ട്. അത് ചൂണ്ടിക്കാട്ടിയാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് മടങ്ങാനുള്ള തീരുമാനത്തെ ബംഗ്ലാദേശ് സ്വാഗതം ചെയ്തിരിക്കുന്നത്. 2024 ഓഗസ്റ്റിൽ സർക്കാരിനെതിരായ വൻ പ്രക്ഷോഭത്തെ തുടർന്ന് ഭരണം തകർന്നതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ അതിവിദഗ്ധമായി അതീവ സുരക്ഷയോടെ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. തന്റെ അവാമി ലീഗ് പാർട്ടിയെ പുനർജീവിപ്പിക്കുന്നതിനായി ബംഗ്ലാദേശിലേക്ക് സ്വമേധയാ മടങ്ങാൻ മുൻ പ്രധാനമന്ത്രി തയ്യാറെടുക്കുന്നതായി ഹസീനയുടെ അടുത്ത അനുയായികളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 2024 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുണ്ടായ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിനിടെ നടന്ന ക്രൂരമായ നടപടികളുടെ പേരിൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ അങ്ങനെ ആരോപിക്കപ്പെട്ട് ബംഗ്ലാദേശിലെ പ്രത്യേക ട്രിബ്യൂണൽ ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. വിധി വന്നത് മുതൽ നിയമ നടപടി നേരിടുന്നതിനായി ഹസീനയെ കൈമാറണമെന്ന് ബംഗ്ലാദേശ് ഇന്ത്യയോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇന്ത്യ കേട്ടില്ല. ഞങ്ങളുടെ നേതാവിനെ തിരികെ സ്വീകരിക്കാൻ ഞങ്ങൾ എല്ലാവരും സജ്ജരാണ്. അവാമി ലീഗ് പാർട്ടിയുടെ പബ്ലിസിറ്റി സബ് കമ്മിറ്റി അംഗമായ കാസിം നസീം റൂബക് ദേശീയ ഏജൻസിയോട് പറഞ്ഞതാണിത്. 2024 ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങളെ അവരുടെ സർക്കാർ ക്രൂരമായി അടിച്ചമർത്തിയെന്ന് ആരോപിച്ച് ചുമത്തപ്പെട്ട മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച അഭിഭാഷകരെ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ ഉപദേഷ്ടാവായ സഹദ് ഉർ റഹ്മാൻ ഹസീനയെ വെല്ലുവിളിക്കുകയാണ്. നീതി ഉറപ്പാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ അവരുടെ പ്രഖ്യാപനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. റഹ്മാൻ ഒരു മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ഹസീന ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട്. ഞങ്ങൾ എന്ത് പറയുന്നു അത് നടപ്പിലാക്കും എന്ന് താരിഖ് റഹ്മാൻ പറയുന്നത് ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽസിന്റെ നടപടികൾ സുതാര്യമായിരിക്കുമെന്നും നിരീക്ഷകർക്ക് അവ നിരീക്ഷിക്കാനും വീഡിയോ കവറേജിലൂടെ സംപ്രേഷണം ചെയ്യാനും കഴിയുമെന്നാണ് റഹ്മാൻ പറയുന്നത്. ഹസീനയ്ക്കെതിരായ വിധി കോടതിക്ക് പുനഃപരിശോധിക്കാനോ അവയെ കുറ്റവിമുക്തമാക്കാനോ സാധ്യത ഉണ്ടെന്നും റഹ്മാൻ പറയുന്നുണ്ട്. ഈ വിഷയത്തിലുള്ള ഞങ്ങളുടെ നിലപാടിൽ മാറ്റമൊന്നുമില്ല. കുറ്റവാളികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും നിയമപരമായ വിഷയമാണ്. അത് അനുസരിച്ച് തന്നെ കൈകാര്യം ചെയ്യും. വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺവീർ ജയ്സ്വാൾ പറഞ്ഞ കാര്യമാണത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു. ആ സമയത്താണ് രൺവീർ ജയ്സ്വാൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായ വിശദീകരണം എന്താണോ അത് പറഞ്ഞത്. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാർ തകർന്നതിനെ തുടർന്ന് മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വലിയ തകർച്ചയിലേക്ക് നീങ്ങി. ഫെബ്രുവരി 17 ബംഗ്ലാദേശിൽ നടന്ന താരിഖ് റഹ്മാന്റെ പ്രധാനമന്ത്രി സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കൊപ്പം ലോക്സഭാ സ്പീക്കർ ഓം ബിർള പങ്കെടുത്തതിനെ തുടർന്ന് ഇരുപക്ഷവും ബന്ധം സുസ്ഥിരമാക്കുകയായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയായ BNPയുടെ വൻ വിജയത്തെ തുടർന്ന് റഹ്മാൻ പ്രധാനമന്ത്രിയായി. ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. 18 മാസത്തിലേറെ നീണ്ടുനിന്ന നയതന്ത്രപരമായ ഉലച്ചിലിന് ശേഷം ഉലഞ്ഞ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഏപ്രിലിൽ ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ ഇന്ത്യയിൽ ഒരു സന്ദർശനം നടത്തിയിരുന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിലെ ഒരു മുതിർന്ന അംഗം ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ ഉന്നതതല സന്ദർശനമായിരുന്നു അത്.